മലയാളത്തിൻ്റെ യുവത്വം ഇന്ന് എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? മർത്യബോധത്തിൻ്റെ വിവേചന ശക്തിയെ തളർത്തി മായികമായ നൂൽപ്പാലത്തിലൂടെ അവനെ കൈപ്പിടിച്ചു നടത്തുന്ന മാരകമായ മയക്കുമരുന്നിൻ്റെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് പിടയുകയാണോ നമ്മുടെ യുവത്വം? കാലം കരുതി വയ്ക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ തന്മയത്തോടെ സ്വയം നേരിടുന്നതിനു പകരം ആർജവം വെടിഞ്ഞ് ലഹരിയുടെ പുകച്ചുരുളുകളിൽ അല്പമാത്ര സുഖങ്ങളിൽ അഭയം തിരയുകയാണോ പുതുതലമുറ? ഒട്ടേറെ പ്രതീക്ഷകളോടെ മക്കളെ പോറ്റി വളർത്തി മണ്ണിൽ കാലുറപ്പിച്ച് അവർ വിണ്ണോളം വളരുമെന്നു കിനാവ് കണ്ട് മാതാപിതാക്കളുടെ കണ്ണീരിനും വിയർപ്പിനും മുകളിലൂടെ വേച്ചുപോകുന്ന കൗമാര യൗവനങ്ങൾ ചരടുപൊട്ടിയ പട്ടം പോലെ കൈവിട്ടു പോകുമ്പോൾ ഉള്ളുരുക്കങ്ങളുടെ ഉച്ചകളിൽ പച്ചയ്ക്ക് കത്തിത്തീരുന്നത് ഇനിയും നമുക്ക് പൊറുക്കാനാവുന്നതാണോ? ആരോഗ്യവും ആത്മസത്തയും ഓജസ്സും നഷ്ടപ്പെട്ട് അക്രമാസക്തിയും അരാജകത്വവും അഴിച്ചുവിട്ട് ഇവരുടെ ലക്കുകെട്ട പോക്ക് എങ്ങോട്ടാണ്? വരാൻ പോകുന്ന ഇരുളടഞ്ഞ കാലത്തിലേക്ക് തിരിച്ചറിവിൻ്റെ ഒരു കൈത്തിരിയെങ്കിലും കൊളുത്തിവെക്കാൻ നമുക്കിനിയെങ്കിലും ഒന്നുണർന്നിരിക്കാം. അരങ്ങിലെ ഈ സംവാദത്തിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. വിനയപൂർവം ഞങ്ങൾ അവതരിപ്പിക്കുന്നു പ്രതീക്ഷ. നാടകരചന വി.ആർ. സുരേന്ദ്രൻ. സംഗീതം രാധാകൃഷ്ണൻ തൃപ്രയാർ. ശബ്ദലേഖനം രസിക് കൃഷ്ണൻ, രാഗം സ്റ്റുഡിയോ. അരങ്ങിൽ ജോസ് പ്ലാക്കൽ, എബ്രഹാം, ഓമനക്കുട്ടൻ. നാടക സംവിധാനം ജോസ് പ്ലാക്കൽ. ഡ്യൂട്ടിയിലാ. നമ്മുടെ കാരിപ്പുറത്ത് കായൽക്കടവിൽ ഒരു ഡെഡ് ബോഡിക്ക് കാവലാ. പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ പോലീസുകാരുടെ വിധിയാ. ഒരു ചെറുപ്പക്കാരനാ കായൽക്കടവിൽ അടിഞ്ഞതാ. ഇല്ലില്ല, ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളിപ്പോൾ ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് വന്നതേ ഉള്ളൂ. വീട് ഇവിടെ ഒന്നും അല്ലെന്നാ പറയുന്നേ. ഇനി ബാക്കി നടപടിയൊക്കെ നാളെ രാവിലെ നടക്കൂ. അയ്യോ, വല്ലാത്തൊരു ഏരിയയാണ്. പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് 2 കസേരയും ഒരു ചാർജർ ലൈറ്റും ഒപ്പിച്ചു തന്നു. അത്രയും സമാധാനം. അല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ കോൺസ്റ്റബിൾ കേശവൻകുട്ടിയുണ്ട്. പുള്ളി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാൻ പോയിരിക്കുക. അപ്പോൾ പിന്നെ അത്യാവശ്യമല്ലേ, നാളെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഒരു 9-9:30 അങ്ങോട്ട് വിളിക്കാം. വിളിച്ചോളാം. ഓക്കെ. പുള്ളി വിളിച്ചാൽ പിന്നെ നിർത്തത്തില്ല. എടാ മക്കളെ, ഈ ചതുപ്പിൽ ഇങ്ങനെ കിടക്കാനാണല്ലോടാ നിന്റെ വിധി. കഷ്ടം. ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇതെങ്ങനെ സഹിക്കും? എവിടെ നോക്കിയാൽ ഈ നായ്ക്കളാണല്ലോ. മനുഷ്യനെ എങ്ങനെ വേണമെങ്കിലും കൊല്ലാം, ഒരു പട്ടിയും ചോദിക്കില്ല. എന്നാ ഒരു പട്ടിയെങ്ങാനും തൊട്ടാ വിവരറിയും. ജനാധിപത്യത്തിൻ്റെ ഒരു പോക്കേ. മനുഷ്യരെ കടിച്ചു പറിക്കണ ഈ നായ്ക്കളെ രക്ഷിക്കാൻ നടക്കണ നിയമപാലകനും ജഡ്ജിയും ഒറ്റയ്ക്ക് റോഡിലൂടെ പോകണം. അപ്പോൾ കാണാം ഈ തെരുവ് നായ്കൾ കടിച്ചു കീറുന്നത്. താന് ടോർച്ച് എങ്ങനെ ഒപ്പിച്ചിടൂ? പോയ വഴിയിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറെ കണ്ടിരുന്നു. ആള് നിർബന്ധിച്ച് തന്നതാ. ഏതായാലും അത് വലിയ കാര്യമായി കേട്ടോ. വെട്ടമില്ലാതെ ഈ ഊടുവഴിയിലൂടെ എങ്ങനെ ഇവിടെ എത്താനാ? ശരിയാ, വല്ലാത്തൊരു ഏരിയ തന്നെ. ആട്ടെ, പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയോ? കിട്ടി. കുറച്ച് ദോശയും ചമ്മന്തിയും കിട്ടി. അത് മതി, അതെങ്കിലും കിട്ടിയല്ലോ. അല്ല, സാറിന് ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നും ഇല്ലായിരുന്നോ? അതിന് ഞാനിവിടെ ഒറ്റയ്ക്കാരെന്ന് ആര് പറഞ്ഞു? പിന്നെ ആര് കൂട്ടിന് വന്നു? ആ ഡെഡ് ബോഡി ഉണ്ടായിരുന്നല്ലോ. അത് ശരിയാ.
മരിച്ചവരെ പിന്നെ പേടിക്കണ്ടല്ലോ അല്ലേ? സാറേ, എന്നാ നമുക്കിതങ്ങ് കഴിച്ചാലോ? കഴിക്കാമല്ലോ, പക്ഷേ ഡെഡ് ബോഡിയുടെ അടുത്തിരുന്ന് എങ്ങനെ കഴിക്കാനാ? ഓ, സാർ അതോർത്ത് പേടിക്കണ്ടെന്നേ. ഡെഡ് ബോഡി എന്തായാലും സാറിന്റെ ദോശയൊന്നും ചോദിക്കത്തില്ല. വാ, കഴിച്ചേക്കാം. പോലീസുകാരുടെ ഒരു ദുരിതേ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും 8 മണിക്കൂറുകളിൽ ജോലി ചെയ്യണ്ട. നമുക്ക് മാത്രം ഒരു സമയവും ഇല്ല. 24 മണിക്കൂറും ഡ്യൂട്ടി തന്നെ ഡ്യൂട്ടി. ഇതൊക്കെ എന്നു മാറും എന്തോ. കേശവൻകുട്ടി, പോലീസ് എന്ന സർക്കാരിന്റെ ഭാഗമല്ലേ? ക്രമസമാധാനം എന്നത് സമയം ചിട്ടപ്പെടുത്തി നടപ്പിലാക്കാൻ പറ്റുമോ? ഒന്നുമില്ല സാറേ. സേനയിൽ ആവശ്യത്തിന് ആളെ എടുക്കണം. അതുപോലെ പോലീസിന്റെ പ്രവർത്തന മേഖല ശരിയായി തിട്ടപ്പെടുത്തണം. ഇതിപ്പോ വന്ന് പട്ടി ചത്ത കുഴിച്ചിടാൻ പോലും പോലീസ് വേണമെന്ന സ്ഥിതിയായി. എന്നാൽ മര്യാദയ്ക്ക് ശമ്പളമുണ്ടോ? അതുമില്ല. അതെന്താടോ, തനിക്ക് സമയത്തിന് ശമ്പളം കിട്ടുന്നില്ലേ? ശമ്പളം കിട്ടും, ശരിയാ. പക്ഷെ സാർ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ DA ഇപ്പോൾ എത്ര ശതമാനം? 7. നമ്മുടെ KSEBിൽ എത്ര ശതമാനം എന്നറിയോ? 17%. കേന്ദ്ര ഗവൺമെന്റ് 53% DA കൊടുക്കുന്നേ, അറിയോ? KSEB ഒരു കമ്പനിയല്ലേ, അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം. പോലീസുകാർക്ക് മാത്രമായി അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? ഒക്കെ വെറുതെ സാറേ. എല്ലാം കൊടുക്കുന്നത് ഈ സർക്കാരല്ലേ. ഓ, അത് വിട്. സാറ് വാ, നമുക്കിതങ്ങ് കഴിച്ചേക്കാം. ആരോ വരുന്നുണ്ടല്ലോ കേശവൻകുട്ടി. തന്നെ ടോർച്ചിങ് എടുത്തേ. ആരാവും ഈ സമയത്ത്? ഓ, പ്രസിഡൻ്റായിരുന്നോ? ഞങ്ങൾ കരുതി ഈ സമയത്ത് ആരാവും വരുന്നതെന്ന്. നേരത്തെ വരണമെന്ന് കരുതിയതാണ്. ഓരോരോ തിരക്ക് കാരണം സമയം വൈകി. നാട്ടുകാർക്ക് എല്ലാ കാര്യത്തിനും പ്രസിഡൻറ്റും മെമ്പറും തന്നെ വേണം. നമ്മളെ കണ്ടില്ല എങ്കിൽ പിന്നെ ഭയങ്കര പരാതിയാണ്. എന്നാൽ നമുക്കും ഒരു കുടുംബമുണ്ട്, മക്കളുണ്ട്. ഇതൊന്നും നാട്ടുകാർക്ക് മനസ്സിലാവില്ല. നമ്മുടെ പ്രശ്നങ്ങൾ ആരോട് പറയാനാ? അത് പോട്ടെ, ഇവിടെ എങ്ങനെയുണ്ട്? ഭക്ഷണം എന്തെങ്കിലും കഴിച്ചുവോ? ഇതായി കേശവൻകുട്ടി ഇപ്പോൾ കുറച്ച് ദോശയും ചമ്മന്തിയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രസിഡന്റ് വന്നത്. നിങ്ങൾ കഴിച്ചോളൂ, എന്നാൽ വൈകിക്കണ്ട. പ്രസിഡന്റും കൂടി വാ. ഉള്ളത് കൊണ്ട് നമുക്ക് 3 പേർക്ക് അങ്ങ് കഴിക്കാം. നിങ്ങൾ കഴിക്ക്, എൻ്റെ ഭക്ഷണം വീട്ടിലുണ്ടല്ലോ. എന്നാലും ഇവിടെ ഇങ്ങനൊരു സംഭവം എങ്ങനെ നടന്നുവെന്നറിയില്ല. ശാന്തമായൊരു നാടായിരുന്നു, സാധാരണക്കാരായ കുറേ മനുഷ്യരുള്ള നാട്. അടുത്ത കാലത്തായിട്ട് ഇവിടുത്തെ പിള്ളേരുടെ ഇടയിൽ മയക്കുമരുന്ന് വ്യാപകമായി കടന്നുകൂടിയിട്ടുണ്ട്. അതിനുശേഷം ഇടയ്ക്കിടെ അടിപിടിയും ബഹളവുമൊക്കെ ഉണ്ടാകാറുമുണ്ട്. ഇവനും അതിൽപ്പെട്ടവനാകാനാണ് സാധ്യത. കഷ്ടം. സാറിങ്ങ് വന്നേ, നമുക്കൊരെണ്ണം അങ്ങ് വിടാം. ഈ രാത്രിയിൽ ഇതുപോലത്തെ ഡ്യൂട്ടിക്ക് ഇതല്പം നല്ലതാ. നന്ദിയുണ്ട് പ്രസിഡൻ്റെ. വളരെ ചുരുക്കം പേരെ ഞങ്ങൾ പോലീസുകാരോട് അടുപ്പം കാണിക്കാറുള്ളൂ. എന്തായാലും ഈ ഡ്യൂട്ടിക്കിടയ്ക്ക് ഇത് ശരിയാവില്ല. ഇതിപ്പോൾ ആരും അറിയത്തില്ലെന്നേ. പിന്നെ ഇതൊരു സാധാരണ ഡ്യൂട്ടി അല്ലല്ലോ. ഒരു ധൈര്യത്തിന് അല്പം അകത്ത് ചെല്ലുന്നത് നല്ലതാ. സംഭവം ശരിയാണ് പ്രസിഡന്റ്. കാര്യം ഇതൊരു ഡെഡ് ബോഡി ആണെങ്കിലും അതിന് എന്തെങ്കിലും കേട് പറ്റിയാൽ ഞങ്ങളുടെ പണി അങ്ങ് പോകും. പിന്നെ ഞങ്ങൾ പോലീസുകാർ പൊതുവെ ഡ്യൂട്ടിയിൽ കഴിക്കാറില്ല, അതുകൊണ്ടാണ്. ഏതായാലും പ്രസിഡന്റ് കൊണ്ടുവന്നതല്ലേ, ഒരെണ്ണം സാറങ്ങ് കഴിക്കി. ഞാൻ ഒഴിച്ചു തരാം. എനിക്കോ? അത് വേണ്ട. രാത്രി ഭക്ഷണത്തിന് മുമ്പ് ഒരെണ്ണം, അത്രേ ഉള്ളൂ. അത് മിക്കവാറും ദിവസമുണ്ട്. പിന്നെ ഇതുപോലെ വല്ലപ്പോഴും ആർക്കെങ്കിലും കമ്പനി കൊടുക്കാനായി ചിലപ്പോൾ 2 എണ്ണം, അത്ര തന്നെ. ഏതായാലും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഈ വെള്ളക്കുപ്പി ഇവിടെ ഇരിക്കട്ടെ. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാം. ഒരു മരണ വീട്ടിൽ കൂടി പോയിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ചു പോകുവാൻ. ഈ രാത്രിയിലോ? നമ്മുടെ ഒരു മെമ്പറുടെ ചേട്ടനാന്നേ. നാളെ പോകാനൊക്കത്തില്ല. അതുകൊണ്ട് രാത്രി തന്നെ ചെന്ന് കണ്ടിട്ട് പോരണം. എന്നാ സാറേ ശരി. എന്നാ അങ്ങനെ ആവട്ടെ പ്രസിഡൻ്റെ, കാണാം. എന്തായാലും നാട്ടുകാർ നല്ല സ്നേഹമുള്ളവരാണ് അല്ലേ കേശവൻകുട്ടി? അതെ അതെ. വീട്ടിൽ നിന്ന് പെമ്പറന്നോത്തിയ. എടുക്ക സാറേ. ഹലോ, പറഞ്ഞോടി. ഇവിടെ കാരിപ്പുറത്ത് കായൽക്കടവില.
ഓ, നല്ല ഐശ്വര്യമുള്ള ഡ്യൂട്ടിയാ. ഒരു ഡെഡ് ബോഡിക്ക് കാവല. എന്ത്? മോൻ ഇതുവരെ വന്നില്ലേ? എന്നും 7 മണിക്ക് മുമ്പ് വരുന്നതല്ലേ? അങ്ങോട്ടൊന്ന് വിളിച്ചില്ലേ? സ്വിച്ച് ഓഫ് ആണോ? ഇല്ല, എന്നെ വിളിച്ചില്ല. ആ, നീ വിഷമിക്കാതെ. ചിലപ്പോൾ വണ്ടി വല്ലതും മിസ്സായി കാണും. അവൻ വരും, നീ വിഷമിക്കാതെ നീ. ആ, ഞാനൊന്ന് വിളിച്ചു നോക്കാം. ശരി, അവൻ വന്നാൽ എന്നെ വിളിക്കണേ. എന്തു പറ്റി സാറേ? രാവിലെ ജോലിക്ക് പോയ മോൻ ഇതുവരെ തിരിച്ചു വന്നില്ല. ഓ, അതെന്തെങ്കിലും അധികം ജോലി ഉണ്ടായി കാണുന്നേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അവൻ്റെ അമ്മയെ വിളിച്ച് പറയുന്നതാ. ശേ, ഇതിപ്പോ സാറിങ്ങനെ വിഷമിച്ചാലോ? ഇപ്പോഴത്തെ പിള്ളേരല്ലേന്നേ കൂട്ടുകാരൊത്ത് വഴിയിൽ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. ഏതായാലും അവനൊരു ആൺകുട്ടിയല്ലേ? ആണടൂ. പണ്ടൊക്കെ പെൺകുട്ടികൾ വീട്ടിൽ വരാൻ വൈകിയാൽ രക്ഷിതാക്കളുടെ നെഞ്ച് തീയ. എന്നാൽ ഇക്കാലത്ത് ആൺകുട്ടികൾ വീട്ടിൽ വരാൻ വൈകിയാലാണ് വലിയ അപകടം. അതും ശരിയാണ്. എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് വിളിക്കട്ടെ. ഒന്ന് വിളിച്ചു നോക്ക് സാറേ. The number you are calling is either switched off or not reachable at the moment. സ്വിച്ച് ഓഫ് ആണല്ലോ. വല്ല സിനിമയ്ക്കോ മറ്റോ പോയി കാണും. മോർണിംഗ് എത്തും. സാറിങ് വന്നേ, നമുക്ക് ഈ ആഹാരം കഴിക്കാം. ആകെ 2 കുപ്പി വെള്ളം കിട്ടിയത്. ആ പ്രസിഡന്റ് 1 കുപ്പി വെള്ളം കൊണ്ടുവന്നത് വലിയ കാര്യമായി കേട്ടോ. അതെ, ഈ വെള്ളം കൊണ്ട് കൈ കഴുകിയാൽ മതി കേട്ടോ. കായലിലെ വെള്ളത്തിന് നല്ല ഉപ്പുരസാ. അത് മാത്രമല്ല, അത് മുഴുവൻ മാലിന്യങ്ങളാ. ഈ ആളുകൾ മുഴുവൻ ചപ്പും ചവറും കായൽ കൊണ്ടുപോയി ഇടുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. ആൾക്കാർക്ക് നാളെക്കുറിച്ച് ഒരു ചിന്തയില്ല. വേസ്റ്റ് മുഴുവൻ തള്ളുന്നത് റോഡിലും ആറ്റിലും കായലിലുമൊക്കെ. എന്ത് ചെയ്യാമെന്ന് പറ? കലികാലം. സഹിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. എടോ, തൻ്റെ മോൻ എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഒരു പ്രൈവറ്റ് കമ്പനിയിലാ. ഈ സ്കൂളിലേക്കും കോളേജിലേക്കും ആവശ്യമുള്ള പുസ്തകങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു കമ്പനി. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. അവൻ്റെ ഡിഗ്രി കഴിഞ്ഞതാ, ടെസ്റ്റൊക്കെ എഴുതുന്നുമുണ്ട്. എന്തെങ്കിലും ഒരു നല്ല ജോലി കിട്ടുന്നവരെ അവനൊരു വരുമാനമാകല്ലോ എന്ന് കരുതി പോകുന്നതാ. അവൻ്റെ ബൈക്കിന് പെട്രോൾ അടിക്കണം, മൊബൈൽ ചാർജ് ചെയ്യണം. അങ്ങനെ അവൻ ആള് വലിയ കുഴപ്പമില്ല സാറേ, മിടുക്കനാണ്. ആ, ഞാൻ അവനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു. ഞാനും അവനും കൂടി വല്ലപ്പോഴും വീട്ടിലിരുന്ന് ഓരോന്ന് അടിക്കും. അതുകൊണ്ടാണെന്നറിയില്ല, കൂട്ടുകാരുടെ കൂടെ അവൻ മദ്യപിക്കാറില്ല. അത് നല്ല കാര്യമാണ് കേട്ടോ. മക്കൾ തന്നോളമായാൽ താനെന്ന് വിളിക്കണം എന്നല്ലേ? അതെ അതെ, അവന് വേറെ ദുശീലമൊന്നുമില്ല. എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം, ആ ഒരൊറ്റ ചിന്തയുള്ളൂ. അപ്പോൾ തൻ്റെ മോൻ തന്നെ. സത്യത്തിൽ അവനെ ഒരു പോലീസുകാരനാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവന് താല്പര്യമില്ലെന്നേ. അതിനൊന്നും വിഷമിച്ചിട്ട് കാര്യമില്ലടൂ. ഇപ്പോൾ നമ്മളൊന്നും പഠിച്ചു വളർന്ന കാലമല്ല. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും. മറ്റൊന്നും ചിന്തിക്കേണ്ട, പോകുന്ന വഴിയെ തെളിച്ചങ്ങോട്ട് വിടുക. അക്കാര്യത്തിൽ തനിക്ക് ടെൻഷൻ വേണ്ട. പിള്ളേരങ്ങ് രക്ഷപ്പെട്ടോളൂ. പിന്നെ അവനൊരു 3-4 കൂട്ടുകാരുണ്ട്. അവരൊക്കെ വലിയ വീട്ടിലെ പിള്ളേരാ. എങ്കിലും ആ പിള്ളേരെ ഒരു ദുശീലവും അവന് കിട്ടിയിട്ടില്ല കേട്ടോ. അതൊരു വലിയ കാര്യമല്ല സാറേ. വലിയ കാര്യമല്ലയൊന്നും. മഹാഭാഗ്യോടു. നമ്മളെന്നും ഈ പേപ്പറിലും മീഡിയയിലുമൊക്കെ കാണുന്നതല്ലേ കൊലപാതകം, മയക്കുമരുന്ന്. പുതിയ തലമുറയിൽ നല്ലൊരു പങ്ക് ലഹരിക്കടിമയാണ്. അതിലൊന്നും പെടാതെ പിള്ളേരെ കിട്ടുക എന്ന് വെച്ചാൽ മഹാഭാഗ്യം തന്നെ. സാറിൻ്റെ മനസ്സ് ഇവിടെയൊന്നും അല്ല എന്ന് തോന്നുന്നു. ശരിയാടൂ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സ് മോനോടൊപ്പം പോകുന്നു. എവിടെയാണെന്നോ എന്താണെന്നോ അറിയാതെ. ഓ, ഈ നായ്ക്കളെ കൊണ്ട് തോറ്റല്ലോ. സാറേ, ഈ എമർജൻസി ലൈറ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓഫ് ചെയ്യുന്നത് നല്ലതാ. ചാർജ് എങ്ങാനും തീർന്നാൽ പിന്നെ അത്യാവശ്യം ഇത് ഉപകരിക്കത്തില്ല.
ഇതുപോലൊരു പ്രദേശത്ത് വെട്ടവും വെളിച്ചവും ഇല്ലാതെ എങ്ങനെ ഇരിക്കൂടൂ? അതങ്ങ് കത്തിക്കിടക്കട്ടെ, തീരുമ്പോൾ തീരട്ടെ. എന്നാലേ മൊബൈലിൻ്റെ ചാർജ് തീരാതെ നേരം വെളുപ്പിക്കണം. മൊബൈലില്ലെങ്കിൽ എല്ലാം തീർന്നു. സാറേ, ദേ ടോർച്ചുമായിട്ട് ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ചിലപ്പോൾ സർക്കിളോ മറ്റോ ആണോ? ചിലപ്പോൾ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ ബോഡി തിരിച്ചറിയാൻ ആരെങ്കിലും വരുന്നതായിരിക്കും. ആരായാലും ഇങ്ങോട്ടല്ലേ വരുന്നേ, വരട്ടെ. അല്ല കേശവ, അവര് 4-5 പേരുണ്ടല്ലോ. അത് ചിലപ്പോൾ വെള്ളം അടിക്കാൻ വരുന്നവരായിരിക്കും. താനിവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. വേണ്ട സാറേ, ഇനി അവരുടെ ലക്ഷ്യം വേറെ എന്തെങ്കിലും ആണെങ്കിലോ? ഇപ്പോൾ താൻ പേടിക്കാതെ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഹലോ, ആ പറഞ്ഞു എന്തു? ഇല്ലില്ല, ഞങ്ങളിവിടെ ഡ്യൂട്ടിയിലാണ്. ഓ, കഴിച്ചു. എന്ത് കഴിക്കാനാ? കുറച്ച് ദോശയും ചമ്മന്തി. എന്ത്? അവനെ തിരക്കിയ എടി, അത് അവൻ്റെ കൂട്ടുകാരാരെങ്കിലും ആയിരിക്കും. കുന്ത, നീ ഫോണങ്ങ് വെച്ചേ. ഇവിടെ ആണെങ്കിൽ മനുഷ്യൻ പെട്ടിരിക്കുക അതിൻ്റെ ഇടയിൽ. അതൊക്കെ പിന്നെ പറയാം. ഫോൺ വെക്ക്. ആ, ശരി. ആ, എന്തായി സാറേ? കേശവൻകുട്ടി, എന്തോ പന്തികേടുണ്ട്. എന്നെ കണ്ടതും അവരെ കുറ്റിക്കാട്ടിൻ്റെ മറുഭാഗത്തേക്ക് മറഞ്ഞു കളഞ്ഞ്. അതെന്തിനാ? അവരുടെ ലക്ഷ്യം മദ്യപാനമായിരിക്കില്ല. ഒരുപക്ഷെ അവരായിരിക്കും ഈ ചെറുപ്പക്കാരനെ കൊന്നു തള്ളിയതെങ്കിലോ? സാറേ, കൊന്നത് അവരാണെങ്കിൽ അവർ വീണ്ടും ഇവിടേക്ക് വരുമോ? വരാൻ സാധ്യതയില്ല. എന്നാലും സാർ ഒരു കാര്യം ചെയ്യും, സ്റ്റേഷനിലേക്ക് വിളിക്ക്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് കൺട്രോൾ റൂമിലേക്ക് വിളിക്കാം. എടോ, എവിടെ വിളിച്ചാലും അവിടുന്നെല്ലാം ഇവിടെ ആളെത്താൻ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും എടുക്കും. അതിനു മുമ്പ് അവരെന്തെങ്കിലും അപകടം ഉണ്ടാക്കിയാലോ? പിന്നെ നമ്മൾ എന്താ ചെയ്യുക ഇപ്പോൾ? കേശവൻകുട്ടി, ഒരു വഴിയുണ്ട്. ഓക്കെ സാർ. കേശവൻകുട്ടി, ആ കുറ്റിക്കാട്ടിലെ കാട്ടുപന്നികൾ പതുങ്ങിയിരിക്കുന്നു എന്നാ തോന്നുന്നേ. നമ്മുടെ റിവോൾവർ ഫുൾ ലോഡഡ് അല്ലേ? ഏത് നിമിഷവും ആ പന്നികൾ നമുക്ക് നേരെ ചാടി വീഴാം. അതിനു മുമ്പേ അവറ്റകളങ്ങ് വെടിവെച്ച് ഓടിക്കാം സാറേ. ചാകുന്നെങ്കിൽ ചാകട്ടെന്നേ. ഇതാ റിവോൾവർ. വെടിവെക്കാം അല്ലേ? വെക്ക് സാറേ. എന്തായാലും ഞാൻ ആ കുറ്റിക്കാട്ടിലേക്ക് വെടിവെക്കാൻ പോവുക. ധൈര്യമായിട്ടങ്ങ് വെക്കുന്നേ സാറേ. അവന്മാർ വലിഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്നുറപ്പിക്കാം, ഇത് ഒരു കൊലപാതകമാണ്. ഒന്നുകിൽ കൊന്ന് കായൽ തള്ളിയതാകും, അല്ലെങ്കിൽ ഈ കായൽ വെള്ളത്തിൽ മുക്കിക്കൊന്നതാ. സാറേ, നമുക്ക് ആ ബോഡി ഒന്ന് നോക്കിയാലോ? വേണ്ട കേശവൻകുട്ടി, പറഞ്ഞു കേട്ടിടത്തോളം നമ്മുടെ മക്കളുടെ പ്രായം ഉണ്ടാവുള്ളൂ. എനിക്കെന്തായാലും കാണണ്ട. എന്തായാലും ഞാനൊന്ന് നോക്കാൻ പോവുക. വല്ല പരിചയമുള്ള ആരെങ്കിലും ആണെങ്കിലോ? കേശവൻകുട്ടി, വേണ്ട. അതെ, നമുക്കൊരു കരുതൽ വേണം. അവരിനിയും വരാൻ സാധ്യതയുണ്ട്. വരുന്നിടത്ത് വെച്ച് കാണാം സാറേ. സാർ ഇങ്ങോട്ട് ഇരിക്കി. രവീന്ദ്രൻ സാറേ, നല്ല തണുപ്പാണല്ലോ ഇവിടെ. നമുക്കൊന്നങ്ങ് ചൂടാക്കിയാലോ? സാധനം എൻ്റെ കയ്യിലുണ്ട്. നൈറ്റ് ഡ്യൂട്ടി അല്ലേ, ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് കരുതി എടുത്തതാ. ഓ, ഫസ്റ്റ് ഈ ഡ്യൂട്ടി സമയത്തോ? ആ പ്രസിഡൻറ്റിനെ പിന്നെ എന്തിനാണോ ഉപദേശിച്ചു വിട്ടത്? അത് പിന്നെ അങ്ങോട്ട് ആരോടെങ്കിലും പറഞ്ഞു കിടന്നാൽ ആകെ നാണക്കേടാവില്ലേ? ഇതിപ്പോൾ നമ്മളല്ലാതെ വേറെ ആരും അറിയത്തില്ലല്ലോ. എടോ, അഥവാ സർക്കിളോ മറ്റോ ഇങ്ങോട്ട് വന്നാൽ ആകെ പ്രശ്നമാകും. അത് മാത്രമല്ല, നമ്മളെ മദ്യപിച്ചുകൊണ്ട് ബോഡിക്ക് കാവൽ നിൽക്കുന്നത് ശരിയല്ല. വല്ല നായ്ക്കൾ വന്ന് കടിച്ചു കയറിയാലോ? മരിച്ചതാണോ അതോ കൊന്നതാണോ എന്നറിയാൻ കിടക്കുകയല്ലേ. ഒരു കാര്യം ചെയ്യും, താനത് ശകലം കഴിച്ചോ, ഞാൻ ആരോടും പറയില്ല. ഏയ്, അത് ശരിയാവില്ല. സാറിന് വേണ്ടെങ്കിൽ പിന്നെ എനിക്കും വേണ്ട. ഓ, സിഗരറ്റ് വാങ്ങിക്കാൻ മറന്നുപോയി.
ആകെ ഒരെണ്ണം ഉണ്ട്. കത്തിച്ച് വലിച്ചാൽ ഉടനെ തീരും. കത്തിക്കാതിരുന്ന ഒരു സിഗരറ്റ് ഉണ്ടല്ലോ എന്ന് കരുതി ആശ്വസിക്കാം. ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാടോ വലിക്കുന്നേ? അതൊരു ശീലമായി പോയി സാറേ. എടോ, ഈ ശീലവും ശീലക്കേടും ഒക്കെ നമ്മളുണ്ടാക്കുന്നതാ. എനിക്കിങ്ങനെ വലിയ ശീലമൊക്കെ ഉണ്ടായിരുന്നു ഒരു 6-7 വർഷം മുമ്പ് വരെ. ഞാൻ കായംകുളം സ്റ്റേഷനിലിരിക്കുമ്പോൾ നല്ലൊരു അറ്റാക്ക് വന്നു. അതോടുകൂടിയേ എല്ലാ ശീലവും മാറിക്കിട്ടി. അത് നന്നായി. എന്ത് അറ്റാക്ക് വന്നതോ? അല്ല സാറേ, അതെ, ആ കഴിഞ്ഞ ആഴ്ചയിലെ ആക്സിഡൻറ്റ് അതെന്തായി? സാറ് പിന്നെ എന്ത് തീരുമാനിച്ചു? എൻ്റെ തീരുമാനം ഞാൻ അന്നേ പറഞ്ഞതല്ലേ. സാറൊന്ന് മാറ്റി ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തനിക്ക് എന്താടോ നേട്ടം? ഓ, എനിക്ക് എന്തു നേട്ടം? ഒരു സഹായം, അത്ര തന്നെ. എടോ, 15-16 വയസ്സുള്ള ഒരു പയ്യൻ ബൈക്ക് ഓടിച്ച് ഒരു വൃദ്ധൻ്റെ ദേഹത്തിടിച്ചു കൊന്ന കേസാ. സാറാണല്ലോ ആ ആക്സിഡൻറ്റിൻ്റെ പ്രൈം വിറ്റ്നസ്. ബൈക്ക് ഓടിച്ചത് പയ്യൻ്റെ അച്ഛനാണെന്ന് വരുത്തിയാൽ മതി. പയ്യനാണെങ്കിൽ ലൈസൻസും ഇല്ല. കേസിലെങ്ങാനും പ്രതിയായ പിന്നെ അവൻ്റെ ഭാവി. ആ പയ്യൻ്റെ ഭാവിയെ ഇല്ലാതാക്കുന്നത് ആ അച്ഛനും അമ്മയും തന്നെയാണ്. കൊച്ചു പിള്ളേർക്ക് ലക്ഷങ്ങൾ വിലയുള്ള ബൈക്ക് വാങ്ങിക്കൊടുക്കുക, ആ ബൈക്കിൽ 2-3 പിള്ളേരെ കയറ്റി ഹെൽമറ്റ് പോലും വയ്ക്കാതെ ചീറിപ്പായുക, അത് കണ്ടേ ആഹ്ലാദിക്കുക. എടോ, റോഡിൻ്റെ ഓരം ചേർന്ന് നടന്നൊരു വൃദ്ധൻ്റെ നെഞ്ചത്തേക്കാ അവൻ ബൈക്ക് ഓടിച്ച് കയറ്റിയത്. അപ്പോൾ അതിൻ്റെ അനന്തരഫലം അവർ തന്നെ അനുഭവിക്കണം. ഞാൻ മാറ്റി പറയില്ല, പയ്യൻ തന്നെയാണ് ബൈക്ക് ഓടിച്ചേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി സാറ് തീരുമാനിക്ക്. എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ലടോ. പക്ഷേ ഒരു കാര്യമുണ്ട് സാറേ, അവർ പണവും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളവരാ. തനിക്കറിയാമല്ലോ കേശവൻകുട്ടി, 38 വർഷമായിടൂ ഞാൻ ഈ കാക്കിയിട്ടിട്ട്. ഇന്ന് വരെ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തതായി ഒന്നും ചെയ്തിട്ടില്ല. ഒരു പണക്കാരൻ്റെയും ഒരു രാഷ്ട്രീയക്കാരൻ്റെയും മുമ്പിൽ ഔദാര്യത്തിനായി ഓച്ചാനിച്ച് നിന്നിട്ടുമില്ല. അതിൻ്റേതായ ഒത്തിരി നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഏതാനും മാസത്തെ സർവീസേ ഉള്ളൂ. അതുവരെ ഈ കാക്കിക്ക് ഒരു കളങ്കവും വരാൻ ഞാൻ സമ്മതിക്കില്ല. നല്ല അന്തസ്സായിട്ട് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യണം. ആ ഒരൊറ്റ ആഗ്രഹമേ ബാക്കിയുള്ളൂ. സാറേ, നമ്മൾ മാത്രം ഈ കാക്കിയുടെ മഹത്വം പറഞ്ഞ് സത്യത്തിൻ്റെ വഴിയിലൂടെ മാത്രം നിയമത്തെ കൊണ്ടു നടന്ന ഈ നാട് നന്നാവുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? നന്നാവില്ലെന്നറിയാം. എന്നാലും നമ്മളാൽ കഴിയും വിധം നീതിയും ന്യായവും നടപ്പിലാക്കാൻ നോക്കണ്ടേ? സാറേ, ചില നല്ല കാര്യങ്ങൾക്കായിട്ട് സത്യത്തിന് അല്പം വളച്ചൊടിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ തീരുമാനം മാറ്റിക്കാൻ താൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? ഛേ, എന്താ സാറേ ഇത്? എടോ, ചോരയിൽ കുളിച്ച് കിടന്ന ആ വൃദ്ധനെ എൻ്റെ മുമ്പിൽ കിടന്നാണ് മരിച്ചത്. എനിക്ക് ആ മനുഷ്യൻ്റെ ആത്മാവിനോട് അല്പമെങ്കിലും നീതി കാണിക്കണം. ബൈക്കിലൊക്കെ ചീറിപ്പായുന്ന പിള്ളേർക്കേ അതൊരു ഹരമാണ്. പക്ഷേ അതുണ്ടാക്കുന്ന അപകടങ്ങളിൽ നിരപരാധികൾക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. ആ നീതികേടിന് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല. ഈ പിള്ളേർക്കൊക്കെ ലക്ഷങ്ങൾ വിലയുള്ള ബൈക്കല്ല വേണ്ടത്. ഒന്നാമത് നമ്മുടെ റോഡുകളൊന്നും സുരക്ഷിതമല്ല. പുറത്തു പോകുന്ന കുട്ടികൾ തിരിച്ച് വീട്ടിൽ വന്ന് പലതരം ചതികളാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതൊക്കെ തിരിച്ചറിയാനുള്ള പക്വതയാണ് കുട്ടികൾക്ക് വേണ്ടത്. അതൊന്നും ഇന്നത്തെ പാഠപുസ്തകങ്ങളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ കിട്ടിയെന്ന് വരില്ല. ഇക്കാലത്തെ മാതാപിതാക്കൾ പകർന്നു കൊടുക്കേണ്ടത് അത്തരം അറിവുകളാണ്. ഓ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ സാറിൻ്റെ ഇഷ്ടം. ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു കാര്യമുണ്ട് സാറേ, ഈ കേസിൽ ആ പയ്യനെങ്ങാനും അകത്തായ അവർ സാറിന് വെറുതെ വിടില്ല. അവസാനം സാറിന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ചിലപ്പോൾ അവരുടെ കാല് പിടിക്കേണ്ടി വരും. അങ്ങനെയുള്ള കൂട്ടരാണ് അവർ. കേശവൻകുട്ടി, കുറച്ചു മുമ്പ് ആ കുറ്റിക്കാട്ടിൽ ആരൊക്കെ വന്നില്ലേ? അന്നേരം എൻ്റെ ചിന്ത പോയത് ആ വഴിക്കാ. ഹലോ, ആ പറഞ്ഞോ. എപ്പോ? എവിടുന്ന്? അറിയുന്നവരാണോ? ശരി,
ഞാൻ അന്വേഷിക്കാം. ഓ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ വിളിക്കണേ. ശരി. എന്താ സാറേ? വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മോനെ 4-5 പേര് കാറിൽ കൂട്ടിക്കൊണ്ടു പോയിരുന്നു. ഇതിപ്പോ ആരെ വിളിച്ചത്? എൻ്റെ മോൻ്റെ ഒരു കൂട്ടുകാരനാണ്. അല്ല, ഇക്കാര്യം അവനെന്താ നേരത്തെ പറയാതിരുന്നത്? എന്തോ അറിയില്ല കേശവൻകുട്ടി. എൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ ബലപ്പെടുകയാണ്. എൻ്റെ മകൻ ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലാണ്. മോനത് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷത്തിന് ഞങ്ങളങ്ങ് സമ്മതിച്ചു കൊടുത്തു. പക്ഷേ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും വ്യത്യസ്ത മതക്കാരായതുകൊണ്ട് അവർ ഈ ബന്ധത്തിനെതിരാണ്. എന്നാൽ ആ പെൺകുട്ടിക്ക് എൻ്റെ മോനെ തന്നെ മതിയെന്ന വാശിയിലാണ്. ഇനിയൊരു പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ എൻ്റെ മോനെ കൊണ്ടുപോയി... സാർ അങ്ങനെയൊക്കെ കടന്നു കയറി ചിന്തിക്കല്ലേ കേശവ. നമുക്ക് ഈ ബോഡി ഒന്ന് നോക്കിയാലോ? ഷോ സാറേ, മോനെ കാണാത്തതിന് ബോഡി നോക്കാൻ പോണെന്തിനാ? അല്ല, വെറുതെ ഒരു സംശയം, അത്ര തന്നെ. തനിക്ക് എൻ്റെ മോനെ നന്നായിട്ട് അറിയാമല്ലോ. താനൊന്ന് നോക്ക്, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. കേശവൻകുട്ടി, രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മോൻ ധരിച്ചിരുന്ന ഷർട്ട് ബ്ലൂ ആണോ അതോ ബ്ലാക്ക് ആണോ ഒരു സംശയം. എന്തായാലും താൻ നന്നായിട്ടൊന്ന് നോക്ക്. ഹലോ, അതെ. എൻ്റെ വാട്സാപ്പിലോ? ആ ആ ആ ശരി ശരി, ഞാൻ നോക്കട്ടെ. ശരി. എന്താ കേശവൻകുട്ടി? സാറേ, അതെ, എൻ്റെ മോനെ തിരക്കി അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വീട്ടിൽ ചെന്നെന്ന്. എന്തിന്? തൻ്റെ മോൻ ഏതോ പുസ്തക കമ്പനിയിൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോൾ അവൻ ഏതോ മയക്കുമരുന്ന് നെറ്റ്വർക്കിലെ കണ്ണിയാണെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാറേ. അവനെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ വിശ്വാസങ്ങളും തെറ്റിപ്പോയി സാർ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി പത്രങ്ങളിലും ചാനലുകളും എല്ലാം നിറയും. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ സാറേ? ഹലോ, ഹലോ, ശേ, കട്ടായി. ആരാ കേശവൻകുട്ടി? മോൻ്റെ ഒരു കൂട്ടുകാരനാ. ഹലോ, ആ പറഞ്ഞോ മോനെ. എവിടേക്ക്? ശരി സാറേ, മോനെ അവർ എവിടേക്ക് മാറ്റിയെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടോ, അവനെ എങ്ങോട്ട് മാറ്റിയാലും പോലീസ് അവനെ പൊക്കില്ലേ? അത് ശരിയാ, എന്നാലും പിടിക്കുന്നവരൊരു സമാധാനം ഉണ്ടല്ലോ. സാറ് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പോലീസുകാർ നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളേണ്ടവരാണെന്ന്. അതുകൊണ്ട് ഞാൻ ഈ കാക്കയിൽ ഒരു കറുപ്പ് വീഴാതിരിക്കാൻ എൻ്റെ മോനെ ഞാൻ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ പോവുക. കേശവ, എന്നെ സ്നേഹം കൊണ്ട് ചതിച്ച എൻ്റെ മോനോട് ഞാൻ അത്രയെങ്കിലും കാണിക്കണ്ടേ സാറ്? സാറിനറിയാലോ, നമുക്ക് ഒരു ചായ കുടിക്കാൻ തോന്നുമ്പോ നമ്മൾ ചായക്കടയിൽ കയറാറില്ലേ?
അപ്പോഴായിരിക്കും മോൻ്റെയും ഭാര്യയുടെയും ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതോടെ ആ ചായങ്ങ് വേണ്ടെന്ന് വയ്ക്കും. അങ്ങനെ അങ്ങനെ ജീവിച്ചു വളർത്തിയ മോന എന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി ഇനി സാറിന്റെ ടെൻഷൻ മാറട്ടെ, നമുക്ക് ആ ബോഡി ഒന്ന് നോക്കാം സാറേ. വേണ്ട കേശവൻകുട്ടി, വേണ്ട. അത് ചിലപ്പോൾ സാറിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. സാർ ഒന്നുകൊണ്ട് വിഷമിക്കരുത്. എന്തായാലും സാറിൻ്റെ മോൻ 100% സേഫായിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ സാറേ. വേണ്ട കേശവൻകുട്ടി, വേണ്ട. ഇല്ല, ഞാൻ നോക്കാൻ പോവാ. ഹലോ, ആ അതെയോ? ശരി ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ശരി, നോക്കാം. എന്താ സാറേ? ഇന്ന് വൈകിട്ടേ ചേപ്പാട് റെയിൽവേ പാലത്തിനടുത്തായി എൻ്റെ മോനെ ചിലർ കണ്ടെന്ന്. അതുകൊണ്ട് എന്താ? അവനോടൊപ്പം 4-5 പേരുണ്ടായിരുന്നെന്ന്. അതിനെന്താ കുഴപ്പം സാറേ? അതിനി ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ ആൾക്കാരായിരിക്കുമോ? അവരെന്റെ മോനെ കൊണ്ടുപോയി അപായപ്പെടുത്തി കാണുക കേശവൻകുട്ടി. അങ്ങനെ വന്ന ഒരു പക്ഷേ ഈ ഡെഡ് ബോഡി. ഈശ്വര, കേശവൻകുട്ടി, എന്റെ മോനൊരു പാവമാണോ? ആ പെൺകുട്ടിയെ സ്നേഹിച്ചതല്ലാതെ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. സാർ ഇങ്ങനെ വിഷമിക്കരുത്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. നമുക്ക് ആ ബോഡി ഒന്ന് നോക്കാം സാറേ. ഹലോ ഹലോ, ആ ആ ആ മോനെ, പറഞ്ഞു. ആണോ? ഓ ശരി മോനെ, താങ്ക് യു. ശരി കേട്ടോ. എന്താ കേശവൻകുട്ടി? സാറേ, മോൻ്റെ കൂട്ടുകാരനെ വിളിച്ചതേ. അവൻ പറയായിരുന്നു എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. മാത്രമല്ല, അവൻ പൂർണ്ണമായിട്ട് സുരക്ഷിതനാണ് അത്രേ. കുറച്ച് കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തുമെന്നും പറഞ്ഞു. എന്നോട് അവൻ പറഞ്ഞു ധൈര്യമായിട്ടിരുന്നോളാൻ. ഈശ്വര. കേശവൻകുട്ടി, അപ്പോ തനിക്കിപ്പോ സന്തോഷായില്ലേ? ആയി സാറേ. അത് മതി. ഇനി ഞാൻ എൻ്റെ മനസ്സമാധാനത്തിന് ഈ ബോഡി ഒന്ന് നോക്കാൻ പോവുക. സാറേ അത് പിന്നെ വേണ്ട സാർ, വേണ്ട. അതിനുള്ള ധൈര്യമൊക്കെ എനിക്ക് കൊണ്ടിടൂ. ഈശ്വര. സാറിന് മനസ്സിലായോ സാറേ? വല്ല അറിയുന്നവരാണോ സാറേ? പറ സാറേ, ആരാത്? കേശവൻകുട്ടി, ഈശ്വരൻ ചതിച്ചിടൂ. സാറേ, മനസ്സിലായിക്കൊന്ന് പറ, ആരാ? ഇത് തന്റെ മോനാടോ? സാർ എന്താ പറയുന്നത്? എന്റെ മോനാണോ? ഈശ്വര, എന്റെ മോനെ. കേശവ, തനിക്ക് തന്റെ മോനെ കാണണ്ടേ? ഞാൻ എങ്ങനെ എന്റെ മോനെ കാണും സാറേ? അല്ല സാറേ, എനിക്ക് എന്റെ മോനെ കാണണം. എനിക്ക് എന്റെ മോനെ കാണണം. എന്റെ മോനെ, നീ
അച്ഛനെ തനിച്ചാക്കി പോയല്ലോടാ. എന്തിനാ മോനെ നീ ഇങ്ങനെ ചെയ്ത്? നിനക്ക് ഈ അച്ഛനെല്ലാം പറയാൻ വരുന്നില്ല മോനെ, എന്റെ മോനെ. സാറിനി ഉറങ്ങിക്കോ. സാറ് ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. ഇനി എൻ്റെ മോന് ഞാൻ കാവലിരിക്കും. നായ്ക്കളും നരിയും വലിച്ചു കയറാതെ എൻ്റെ മോന് ഞാൻ കാവലിരിക്കും. എന്റെ ഈശ്വര, ഇതെന്തൊരു വിധി ഈശ്വര. കാഴ്ചയിൽ കല്ലുപോൽ തോന്നാറുണ്ടെങ്കിലും അഴകുള്ള കവിതയാണെന്നുമച്ഛൻ. അമ്മ ചൊല്ലിത്തരും കഥകളിൽ നിത്യവും മിഴിവാർന്ന നായകനെന്നുമച്ഛൻ. അറിയാതെ പ്രതിസന്ധി പുണരുന്ന നേരത്ത് കുലുങ്ങാത്ത കുന്നുപോലുയരുമച്ഛൻ. അറിയും തോറുമുള്ളിൽ അത്ഭുതം കൂട്ടുന്ന ആഴക്കടലിൻ്റെ താഴ്ചയച്ഛൻ. ആഴക്കടലിൻ്റെ താഴ്ചയച്ഛൻ.